നമ്മുടെ ഗപ്പി ഫാമിൻ്റെ പണികൾ ഏകദേശം എല്ലാം തീർന്നു കഴിഞ്ഞു. നമ്മൾ ടാങ്കിൽ വെള്ളം ഒഴിച്ച് മീനെ വരയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് മെയിനായിട്ട് എല്ലാവരും പറഞ്ഞൊരു അഭിപ്രായമായിരുന്നു ഇതിൻ്റെ ഹോൾ അടച്ചതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനെല്ലാം ലീക്കുള്ള പെട്ടികളായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരുന്നു MC-യിൽ ഉപയോഗിക്കാൻ വയ്യായിരുന്നോ എന്നാണ്. ഞാൻ ഇത് ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് ഇതെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അതിനേക്കാൾ നല്ലത് MC-യിലാണ് എന്നാണ്. പക്ഷേ ഇവരൊക്കെ എത്ര പേര് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഇത് കണ്ണുടച്ച് പറയുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ ഗപ്പി വളർത്തുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളെല്ലാം ഒരു ടാങ്ക് ഒട്ടിച്ചതിൻ്റെ അനുഭവത്തിലായിരിക്കും ഇത് പറഞ്ഞത്. ഈ പറഞ്ഞേക്കുന്ന ടാങ്കുകൾക്കെല്ലാം നല്ല രീതിയിൽ ലീക്കുള്ളതാണ്. ഒരു MC-യിൽ ഒരു ചെറിയ പാക്കറ്റ് മേടിക്കുന്നതിന് നമുക്ക് കുറഞ്ഞ 20-25-30 രൂപയോളം വിലയാവും. അത് വെച്ച് കഷ്ടിച്ച് 1, 2, 3, 5 ഹോളുകൾ മാത്രമേ അടയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ഈ പെട്ടികൾക്കെല്ലാം കുറഞ്ഞത് 4, 5, 6 ഒക്കെ ഹോളുകളുണ്ട്. അപ്പം ഇതും ഈ 15 പെട്ടികൾ ഒട്ടിക്കാൻ എൻ്റെ കണക്കൂട്ടിൽ എങ്ങനെ വന്നാലും ഒരു 250-300 രൂപയുടെ MC-യിലെങ്കിലും നമ്മൾ മേടിക്കേണ്ടി വരും. ചിലതൊക്കെ നല്ല ഹൈറ്റിൽ നീളത്തിൽ പൊട്ടിക്കീറിയതൊക്കെയാണ്. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണ് ഒട്ടിച്ചത്. ഫ്ലെക്സ് ക്യൂക്ക് ഒരു ചെറിയൊരു നീളമുള്ള ഒരു ചെറിയ ബോട്ടിലിന് 50 രൂപ വിലയുള്ളൂ. ഞാൻ ഈ 15 ബോക്സ് ഒട്ടിച്ച് കഴിഞ്ഞ് വീണ്ടും അത് ഇനി ഒരു 15 ബോക്സ് ഒട്ടിക്കാനുള്ള ഫ്ലെക്സ് ക്യൂക്ക് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഫ്ലെക്സ് ക്യൂക്കാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല ഒട്ടിച്ച് 1 മിനിറ്റിനകത്ത് ഈ ടാങ്കുകൾ നമ്മൾ ഒട്ടിത്തീരും എന്നതാണ് ഫ്ലെക്സ് ക്യൂക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. MC-യിൽ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അത് കട്ടിയായി വരാനും അത് കറക്റ്റായിട്ട് ഒട്ടാനും ഒരു 15-20 അല്ലെ അരമണിക്കൂർ എടുക്കും. അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെള്ളം ഒഴിക്കാൻ സാധിക്കത്തില്ല. കാരണം അതൊരു കെമിക്കൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗം നല്ല രീതിയിൽ ഒന്ന് തേച്ച് കഴുകി വെള്ളം നിറച്ചിട്ടതിന് ശേഷം 1 ദിവസം ശേഷമേ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ സാധിക്കും. ആ സമയത്ത് ഫ്ലെക്സ് ക്യൂക്കാണ് നമ്മൾ ഉപയോഗിച്ച് ഒട്ടിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. അത് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്. യാതൊരു പ്രശ്നവുമില്ല. കഴുകി വൃത്തിയാക്കുക ഇങ്ങനെ യാതൊന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ മീനുകൾ ചത്തിട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഫ്ലെക്സ് ക്യൂക്കാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാകുമ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞ് അടച്ചു വെച്ചാൽ നമുക്കത് 3-4-5 മാസത്തേക്ക് വേണമെങ്കിൽ നമുക്കത് വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും. അപ്പം ഒരു ചെറിയ എന്തെങ്കിലും പീസ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാനത് ഒട്ടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീൻപെട്ടികളാണ്. മീൻപെട്ടിയല്ല, നമ്മുടെ ആദ്യത്തെ ബാരലുകളാണിത്. ഇതിനൊന്നും ലീക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് പശയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പലരും പറഞ്ഞു മീൻപെട്ടിയേക്കാൾ നല്ലത് ബാരലാണെന്ന്. ശുദ്ധ മണ്ടത്തരമാണ്. കാരണം എന്താ വെച്ചാൽ ബാരൽ നമ്മൾ ഏത് മേടിച്ചാലും അത് കെമിക്കൽ ബാരലാണ്. അത് ഓയിൽ വന്നതോ അല്ലെ വേറെ എന്തെങ്കിലും എസൻസ് വന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു 8-ൻ്റെ പണിയാണ്. ഒരു ഓയിൽ ബാരലാണെങ്കിൽ നമ്മൾ ഡീസൽ മേടിച്ച് കഴുകി വൃത്തിയാക്കി അതിനകത്ത് നമ്മൾ സോപ്പ് പൊടിയെല്ലാം കലക്കി വെച്ച് അത് ഒന്ന് യൂസാക്കി എടുക്കണമെങ്കിൽ തന്നെ 1-2 ആഴ്ച കൂടുതൽ എടുക്കും. അതുമാത്രമല്ല നല്ല ശക്തമായ രീതിയിൽ വെയിലടിക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഓയിലിൻ്റെ പോലെ ഒരു പാടമയം വരുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ മീനുകൾ ചാകുന്നില്ല. അങ്ങനെ ഒരു പാട വരുന്നുണ്ട്. ഞാനത് അന്നേരം വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മീൻപെട്ടിയാണ് എങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ ലീക്ക് ഒട്ടിക്കുന്നതിൻ്റെ ഒരു പണി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഈ പെട്ടികളെല്ലാം ഞാൻ ഒട്ടിച്ചു. എൻ്റെ എല്ലാം ലീക്ക് അടിവശത്താണ് പോയിരിക്കുന്നത്. കണ്ടോ, നല്ല വലിയ ഹോളുകളാണ് കണ്ടോ. ഇതിനകത്ത് ഞാൻ നമ്മുടെ സിലിക്കോൺ അടിച്ച് കയറ്റിയിട്ടുണ്ട്. സാധാരണ സിലിക്കോൺ എൻ്റെ ഉണ്ടാകുന്ന അടിച്ച് കയറ്റിയ. ഇപ്പം നമ്മൾ ആ സമയത്ത് MC-യിലായിരുന്നെങ്കിൽ അതിനകത്തെല്ലാം കുത്തി കയറ്റി അടയ്ക്കേണ്ടി വന്നതിനായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഓരോ പെട്ടിക്കും ചിലപ്പോൾ ഒരു പാക്കറ്റ് MC-യിൽ എന്ന രീതി വേണ്ടി. MC-യിൽ ചെറിയ ഒരു ഇതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും 4-5 ഹോളുകളുണ്ട്. ഇപ്പോൾ അവസാനത്തെ നമുക്ക് ഇത് നോക്കാം. ഇതൊരെണ്ണം ഇനി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തെ ഹോളുകൾ നോക്കണ്ടോ, ഹോളുകളുടെ എണ്ണം കണ്ടോ. അപ്പോൾ ഇത് MC-യിൽ വെച്ച് ഒട്ടിക്കുന്ന എത്ര എണ്ണം വേണമായിരുന്നു. ഈ ഒട്ടിച്ചിരിക്കുന്ന മൊത്തം കീറലുകളാണ്, വെറും ഹോളല്ല, പൊട്ടി കീറിയിരിക്കുകയാണ്. ഇതിനകത്ത് കുറഞ്ഞത് 2, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 ഹോട്ടലുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 18 ഹോട്ടലിന് മൊത്തം MC-യിൽ വാരി തേച്ചിരുന്നുള്ള അവസ്ഥ. അപ്പം സൂപ്പർ ഗ്ലൂ ആകുമ്പോൾ ഈ 18 എണ്ണമൊക്കെ വളരെ സിമ്പിളായിട്ട്, സൂപ്പർ ഗ്ലൂ ആകുമ്പോൾ 1 സെക്കൻഡ് അല്ലെ 10 സെക്കൻഡ് മതി. ആ സെക്കൻഡിൽ ഒട്ടി തീരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തേക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ ഗ്ലൂ തന്നെയാണ് ഏറ്റവും അടിപൊളി. എന്നിട്ട് നേരിട്ട് വെള്ളം ഒഴിക്കുക. ഇത് ഞാൻ സൂപ്പർ ഗ്ലൂ തേച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സൺപാക്ക് ഷീറ്റ്, ഫ്ലെക്സ് ഷീറ്റ് ഉപയോഗിച്ചാണ് ചെറിയ പീസ് പഞ്ചർ ഒട്ടിക്കുന്ന രീതിയിൽ മുറിച്ചെടുത്തിട്ട് അത് വെച്ചാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ ഷെല്ലാക്കെന്ന് പറഞ്ഞ പൈപ്പ് ഒട്ടിക്കുന്ന കറുത്ത പശ മേടിച്ചിട്ട് ഇതിന് ചുറ്റും ഒരു സീലിംഗ് പോലെ അടിച്ചിട്ടുണ്ട്.
ഷെല്ലാക്ക് നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്ന പശയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം അതിനകത്തോടാണ് വരുന്നത്. ചെറിയൊരു മണം പോലെ വരുമെന്നല്ലാതെ അതൊരു കെമിക്കൽ മീൻ ചാകത്തക്ക രീതിയിലുള്ളൊരു വിഷയമില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം വരുന്ന പൈപ്പ് ഒട്ടിക്കുന്ന പശയാണ്. അതൊരു കെമിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ മീനെ ഇടാം. പക്ഷേ ഈ ഷെല്ലാക്ക് ഒട്ടാൻ ഒരു 15 മിനിറ്റ് എടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒരു സേഫ്റ്റി എന്ന രീതിയിൽ ടാറ് പോലെ നല്ല രീതിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഷെല്ലാക്ക് ഒട്ടിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ എൻ്റെ ഇരട്ടി സേഫ് എന്ന രീതിയിൽ ഒട്ടിക്കുന്നതേ ഉള്ളൂ. പിന്നെ സൂപ്പർ ഗ്ലൂ ഞാനാണെങ്കിൽ ഇതെല്ലാം ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹോളുകൾ എവിടെയാണോ പൊട്ടലുള്ളത് അവിടെ ആദ്യം സൂപ്പർ ഗ്ലൂ ഒഴിക്കും. ആ ഹോളിനിടയ്ക്കൂടെ അവിടെ എല്ലാം ഒഴിക്കും. ഇവിടെ എല്ലാം പൊട്ടലുണ്ടായി. ഇതിൻ്റെ അടിവശത്താണ് പൊട്ടൽ. ഈ പെട്ടിട്ടുണ്ടോ, ഈ ഭാഗത്തൊക്കെയാണ് പൊട്ടൽ. നമുക്ക് കണ്ണുകൊണ്ട് ഒറ്റ അടിക്ക് ശ്രദ്ധയിൽപ്പെടത്തില്ല. ഉണ്ടോ, ഈ സൈഡ് ഉണ്ട്, ഇവിടെയൊക്കെയാണ് പൊട്ടൽ. കണ്ടോ, ഇവിടെയൊക്കെയാണ് പൊട്ടലുകൾ. ഈ പൊട്ടലുകൾ മൊത്തം ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് ഞാൻ ഒഴിച്ചു വിട്ടേക്കുവാണ്. ഇവിടെ എല്ലാം ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അകത്തൂടെയും ഒഴിച്ചു വിട്ടിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ ഓർക്കണം, 50 രൂപയുടെ ഒരു ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നിട്ടും എനിക്ക് അതിൻ്റെ ബാക്കി ഇനിയുമുണ്ട് 10-15 പെട്ടി ഒട്ടിക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചുമ്മാ ഷെല്ലാക്ക് ലാസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഷെല്ലാക്കിനാകെ 15 രൂപയെ വിലയുള്ളൂ ഒരു പൈപ്പ് ഒട്ടിക്കുന്ന പശ. 15 എണ്ണം ഒട്ടിച്ച് കഴിഞ്ഞ് വീണ്ടും അധികം വരും. ആ രീതിയിൽ അതും നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ 65 രൂപയെ മൊത്തത്തിൽ എനിക്ക് കോസ്റ്റ് വന്നുള്ളൂ ഈ 15 പെട്ടിയുടെ ഫുൾ ലീക്ക് ഒട്ടിക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ എം സിയിൽ എന്ന് വിളിച്ച് പറയുന്നവരെല്ലാവരും ഓർക്കണം, എം സിയിൽ ഉപയോഗിച്ച് ഒട്ടിച്ചിരുന്നു എങ്കിൽ എനിക്ക് ഇത് ഒട്ടിച്ച് ഒരു ദിവസം കഴിഞ്ഞൊക്കെ വെള്ളം ഒഴിച്ച് മണ്ണിട്ടെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അത്രയും സമയം പോയി കിട്ടുമായിരുന്നു. അതുമാത്രമല്ല ഒരു 10-250 രൂപയുടെ എം സിയിലെങ്കിലും മേടിക്കേണ്ടി വന്നത് 15 പെട്ടി റെഡിയാക്കാൻ. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ചെയ്യേണ്ട രീതി. അല്ല ചുമ്മാ ഏതെങ്കിലും ഒരു പെട്ടി ഒട്ടിച്ചതിൻ്റെ കാര്യത്തിലല്ല. ഞാൻ 4 ഫ്രിഡ്ജ് ബോക്സ് ഒട്ടിച്ചപ്പോൾ തന്നെ എം സിയിൽ എനിക്ക് ഒരു 3-4 എം സിയിൽ എനിക്ക് മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 5 ഇതൊട്ടിക്കാൻ തന്നെ ഫ്രിഡ്ജ് ബോക്സ്. അവസാനം എന്നിട്ടും അതേ നിൽക്കാഞ്ഞിട്ടാണ് ഞാൻ അവസാനം ഫ്ലെക്സ് ട്യൂക്ക് മേടിച്ചിട്ടാണ് എല്ലാം ഒട്ടിച്ച് തീർത്തത്. അത്രയ്ക്ക് വലിയ ഹോളായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിനൊക്കെ. 4-5 ഹോളുകളും പിന്നെ ചെറിയ കീറലും ഒക്കെ വന്ന് 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, നിങ്ങൾ എന്ത് സാധനം എടുക്കുന്നതിന് മുമ്പ് അതിനകത്ത് എത്ര ഹോളുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു സാധനമെങ്കിലും നമുക്ക് പണി തരും, ഉറപ്പാണ്. പല സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉറപ്പായിട്ടും പണി തരും. അപ്പോൾ അതെല്ലാം നോക്കി വേണം എടുക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഫ്ലെക്സ് ക്യൂക്കാണ് ഏറ്റവും ബെസ്റ്റ്. സൈക്കിളിൻ്റെ പഞ്ചർ ഒട്ടിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഷീറ്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കട്ട് ചെയ്ത് അങ്ങ് ഒട്ടിച്ചാൽ മതി. 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പരിപാടി കഴിയും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. ഇത് ലീക്ക് ഒട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.